നമുക്ക് 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിലേക്ക് പോകാം. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മോശയിലൂടെയാണ് മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഹിതം അവൻ സംസാരിച്ചത്. ഹാനോക്കും നോഹയും ദൈവത്തോടൊപ്പം നടന്ന് എന്താണ് പഠിച്ചതെന്ന് നമുക്കറിയില്ല. അതുപോലെ അബ്രഹാമും ഇസഹാക്കും ദൈവത്തോടൊപ്പം നടന്നു, എന്നാൽ അവർ എന്താണ് പഠിച്ചതെന്ന് നമുക്ക് അറിയില്ല. എന്നാൽ മോശയുടെ സമയത്ത് ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചപ്പം ന്യായപ്രമാണത്തിലൂടെ മനുഷ്യനിൽ നിന്ന് എന്താണ് ദൈവം പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞു. മനുഷ്യന് മുമ്പ് ഈ കൽപ്പന കൊടുക്കാതിരുന്നത് അവരതിനുവേണ്ടി ഒരുക്കപ്പെടാത്തതുകൊണ്ടാവാം. മോശ ജീവിച്ചിരുന്നതിന് മുമ്പ് ദൈവം ഈ കൽപ്പനകളൊന്നും തൻ്റെ ന്യായപ്രമാണമായിട്ട് അവർ കൊടുത്തിരുന്നില്ല. അതെന്തു തന്നെ ആയാലും ന്യായപ്രമാണം വന്നപ്പം ഒരു വാക്കിൽ കൂടെ ദൈവം ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞു. അത് പിന്നീട് 613 കൽപ്പനകളാക്കി വിപുലപ്പെടുത്തി. അതാണ് പുറപ്പാട്, സംഖ്യ, ആവർത്തന പുസ്തകം. ഇതെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം. ഇതിൽ നിന്ന് ഒഴുകി വരുന്ന ശക്തി മറ്റെല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. അത് മാനുഷികമായി പറഞ്ഞാൽ അസാധ്യമായൊരു കൽപ്പനയാണ്. നമ്മളത് ആദ്യം അംഗീകരിക്കണം. വൃക്ഷത്തിൽ വസിക്കുന്ന ആ കൊമ്പ് പറയുന്നത് പോലെ എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയില്ല. ആ മരത്തിൻ്റെ ജീവരസം എന്നിലേക്ക് വരുന്നില്ലെങ്കിൽ. 50 കൊല്ലമായിട്ട് ഞാൻ ഈ വൃക്ഷത്തിൽ വസിച്ച് ഫലം പുറപ്പെടുവിച്ചാലും എൻ്റെ 50 കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്നെ സഹായിക്കില്ല. എനിക്കിന്നും ആ ജീവരസം വേണം. ഇന്ന് മുളച്ചു വന്ന ആ കൊമ്പിനത് എത്രമാത്രം ആവശ്യമായിരുന്നോ എനിക്കും അത് വേണം. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ സമ്മതിക്കേണ്ട ഒരു കാര്യം: കർത്താവേ, നിന്നെ കൂടാതെ എനിക്കൊരു ഫലവും പുറപ്പെടുവിക്കാൻ കഴിയില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും കഴിയുന്നില്ല. ഈ ഒരു കാര്യം പഠിക്കാൻ ആളുകൾ വളരെ സമയമെടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? ദൈവം ചെയ്ത എല്ലാ അത്ഭുതങ്ങളും മനുഷ്യനോട് ചേർന്നാണ് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് അവൻ ഈ കാര്യം പഠിക്കണം: എന്നെക്കൊണ്ട് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന്. അതുകൊണ്ടാണ് യേശു ചെയ്ത ആദ്യ അത്ഭുതത്തിൽ മറിയം വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പം അത് പൂർണ്ണമായിട്ടും ശരിയായിരുന്നില്ല. വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അല്പം വീഞ്ഞും കൂടെ ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എൻ്റെ സമയം ഇതുവരെയും വന്നിട്ടില്ല. എന്തുകൊണ്ടാണത്? കാരണം വീഞ്ഞ് പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. മറിയേ, നീ പറഞ്ഞത് ശരിയാണ്, വീഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, എന്നാൽ അല്പം കൂടെ ബാക്കിയുണ്ട്. അത് പൂർണ്ണമായിട്ടും തീരുമ്പോഴാണ് എൻ്റെ സമയം വരുന്നത്. അത് പൂർണ്ണമായിട്ടും തീർന്നപ്പം അവൻ്റെ ശിഷ്യന്മാർ അവിടെ വെള്ളം നിറച്ചു. 30 × 6 150 ഗാലൻ. അത് എത്രയധികം വീഞ്ഞുണ്ട്! ആ കല്യാണ സദ്യക്ക് എത്ര ആളുകൾ അവിടെയുണ്ട്! യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കുമ്പം അവൻ നമുക്ക് സമൃദ്ധമായിട്ട് തരുന്നു, എന്നാൽ അവൻ നാം ശൂന്യമാവുന്നത് വരെ അത് തരുന്നില്ല. അതാണ് ഒന്നാമത്തെ അത്ഭുതം. നിങ്ങൾ അവസാനത്തെ അത്ഭുതത്തിലേക്ക് പോകൂ. അതവൻ ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. പത്രോസ് പറഞ്ഞു, ഞാൻ യേശുവിനെ തള്ളിക്കളഞ്ഞു, അപ്പോസ്തലനാകാൻ ഞാൻ യോഗ്യനല്ല. എനിക്കറിയാവുന്ന ജോലി മീൻ പിടിക്കുകയാണ്, ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, ശരി, പോയി ശ്രമിച്ചു നോക്ക്. നീ ഒരു വലിയ മീൻപിടുത്തക്കാരനല്ലേ. അവൻ സന്ധ്യയ്ക്ക് 6 മണിക്കായിരിക്കാം മറ്റ് ശിഷ്യന്മാരെയൊക്കെ കൂട്ടി മീൻ പിടിക്കാനായിട്ട് പോയത്. അവൻ ആ മീൻപിടുത്തത്തിൽ മണിക്കൂറുകൾ കടന്നു പോവുകയാണ്. മറ്റുള്ളവരൊക്കെ മീൻ പിടിക്കുന്നു, എന്നാൽ അവന് ഒന്നും കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? യേശു പത്രോസിൻ്റെ പടകിനരികിലേക്ക് ഒരു മീനെയും പോകാൻ അനുവദിച്ചില്ല. അവൻ അത്ഭുതപ്പെട്ട് കാണും, എന്തുകൊണ്ടാണ് ഇങ്ങനെ?
മണിക്കൂറുകൾ മണിക്കൂറുകൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. പാതിരാത്രിയായി. അവൻ വിട്ടുകളയാതെ ശ്രമിച്ചു. അവൻ്റെ കഴിവില്ലായ്മ അവൻ അംഗീകരിക്കുന്നില്ല. ഇല്ല, കൂടുതൽ അധ്വാനിക്കാൻ നമുക്ക് കിട്ടും കിട്ടും കിട്ടും. 1 മണിയായി, 2 മണിയായി, 3 മണിയായി, 4 മണിയായി. അവസാനം പത്രോസ് ശൂന്യനായി മാറി, ഒരു പ്രത്യാശയും ഇല്ലാത്തവനായി. ആ സമയത്താണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. ആ ദാസന്മാരോട് വെള്ളം നിറയ്ക്കാനായിട്ട് പറഞ്ഞതുപോലെ അവൻ തനിയല്ല ചെയ്ത്. ദൈവം ഒരിക്കലും തനിയെ ഒരു കാര്യം ചെയ്യുന്നില്ല. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ പോലും കല്ല് നീക്കാൻ നിങ്ങൾക്ക് കഴിയും, അത് ചെയ്യുക, പ്രയാസമുള്ളത് ഞാൻ ചെയ്യാം. എപ്പോഴും കർത്താവ് ഇങ്ങനെയാണ്. നിനക്ക് കഴിയുന്ന നീ ചെയ്യുക, മറ്റേ കാര്യം ഞാൻ ചെയ്യാം. നീ വെള്ളം നിറയ്ക്കാൻ ഞാനത് വീഞ്ഞാക്കാം. നീ കല്ല് നീക്കുക, ഞാൻ അവനെ ഉയർപ്പിക്കാം. നീ വലയിറക്കുക, ഞാനത് മീൻ കൊണ്ട് നിറയ്ക്കാം. ദൈവത്തിന് വേണമെങ്കിൽ മീനുകളെ പടകിലേക്ക് ചാടിക്കാമായിരുന്നു. അങ്ങനെ അവരുടെ അധ്വാനം കുറയ്ക്കാമായിരുന്നു. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാർക്ക് ഒരു പണിയുമില്ലായിരുന്നു. ഈ പ്രമാണം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. നിങ്ങൾക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവനൊന്നും ചെയ്യുന്നില്ല. നിന്റെ പടകിലേക്ക് മീൻ ചാടിക്കിടക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഒരിക്കലും അത് സംഭവിക്കില്ല. നീ വിശ്വാസത്താൽ മുന്നോട്ട് പോകണം. കർത്താവ് കൽപ്പിക്കുമ്പം നീ വല ഇറക്കണം. എന്നാൽ നിങ്ങളൊരു 0 ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ, നിന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഇത് അസാധ്യമാണ്. 6 മണിയായി, 7, 8, 10, 12. എപ്പം നിങ്ങൾ അതിരാവിലെ 5 മണിയാകും, അത് പെട്ടെന്ന് സംഭവിക്കട്ടെ. ആ നിസ്സഹായതയിൽ നിങ്ങളെത്തുമ്പം യേശു കരയിൽ നിൽക്കുന്നത് നിങ്ങൾ കാണും. നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കാനായി, നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും മനോഹരമായ കാര്യം കൊണ്ട് നിറയ്ക്കും. പണം കൊണ്ടല്ല, ബഹുമാനവും സുഖം കൊണ്ടുമല്ല, യേശുവിനോടുള്ള തീവ്ര സ്നേഹം കൊണ്ട്. അതുപോലെ ആരെയും വെറുക്കാൻ കഴിയാത്ത ഒരു ഹൃദയം കൊണ്ട്. ഇതായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലെ ഇന്ത്യയിൽ ഒരു കാർ ഫാക്ടറിയിൽ ഞാൻ ഒരിക്കൽ സന്ദർശിക്കാനിടയായി. ആ കാറുണ്ടാക്കുന്ന ഫാക്ടറിയുടെ ചുവരിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഞങ്ങളുടെ ലക്ഷ്യം ഒരു കുറവുമില്ലാത്ത കാറാണ്. ഞങ്ങൾ ഒരു കുറവുമില്ലാത്തവരായി എന്നല്ല, ഞങ്ങളുടെ ലക്ഷ്യമാണത്. ആ എഴുത്ത് ഒരിക്കലും ഞാൻ മറന്നു കളഞ്ഞിട്ടില്ല. ഈ ലോകത്തിലെ ഒരു കാർ കമ്പനി ഒരു കുറവുമില്ലാത്ത ഒരു കാറാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കർത്താവ്, ഞാൻ അവിടുത്തെ പൈതലാണ്. ഞാനും അത് തന്നെ ലക്ഷ്യം വയ്ക്കുന്നു. നിന്നോടുള്ള സ്നേഹത്തിലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തിലും. ഞാൻ അവിടെ ഇതുവരെ എത്തിയിട്ടില്ല, എന്നാൽ ഞാൻ അവിടെ എത്താൻ ആഗ്രഹിക്കുന്നു. അതെനിക്ക് സ്വയമായിട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് ഞാൻ അറിയുന്നു. നീ അതിരാവിലെ 5 മണിക്ക് വന്ന ആ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. നിന്റെ വല ഇറക്കുക, നിന്റെ വല മീൻ കൊണ്ട് നിറയും. യേശുവിനോടുള്ള തീവ്രമായ സ്നേഹം കൊണ്ട് എൻ്റെ പടക് നിറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണബലത്തോടും കൂടി യേശുവിനെ സ്നേഹിക്കാൻ, എൻ്റെ ജീവിതം മുഴുവനും അവനോടുള്ള സ്നേഹമായി തീരാൻ, അങ്ങനെ എന്നിൽ നിന്നൊഴുകുന്ന ആ സ്നേഹം കൊണ്ട് എന്നെ വെറുക്കുന്നവരെ, എൻ്റെ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കും. 2 തിമോത്തിയോസ് 3:4 ദൈവപ്രീതിയെക്കുറിച്ച് പറയുന്നു അവസാന ഭാഗത്ത്. 2 കോരിന്തി 3-ാം അധ്യായത്തിൽ ദൈവപ്രിയത്തെക്കുറിച്ച് പറയുന്നു. അതേക്കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. എന്നാൽ ഇതിനെതിരെ നമ്മുടെ ഹൃദയത്തിൽ മത്സരിക്കുന്നത് എന്താണ്? മറ്റ് 3 സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറയുന്നു. ആദ്യത്തെ കാര്യം ദിവ്യാഗ്രഹമാണ്. ക്ഷമിക്കണം, അത് സ്വയസ്നേഹമാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് സ്വയമാണ്. 2 പണമാണ്. ഇവിടെ 3 പറയുന്നത് ഭോഗപ്രിയത്തെക്കുറിച്ചാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാനായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ 3 കാര്യങ്ങളാണ്. അവിടെ ദൈവം മാത്രമായിരിക്കണം ഇരിക്കേണ്ടത്. അവസാനം കാണുന്നത് ഭോഗപ്രിയമാണ്, സുഖങ്ങളാണ്. പുറകോട്ട് ചിന്തിച്ചാൽ സുഖമുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്കൊരു പരീക്ഷയും വേണ്ട, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വേണ്ട. ഇപ്രകാരമുള്ള ഒരു ഭോഗപ്രിയമായ ജീവിതം നിയന്ത്രണമില്ലാത്തൊരു ജീവിതത്തിലേക്ക് നടത്തും. ഭക്ഷണത്തോടുള്ള അമിതമായ സ്നേഹം അതിനകത്ത് സന്തോഷം കണ്ടെത്തുന്നു. അതെന്നെ അച്ചടക്കമില്ലാത്തവനാക്കി തീർക്കും. എന്തുകൊണ്ടാണ് യേശു ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞത്? എന്തിനാണത്?
അപ്പോസ്തലന്മാർ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? ഭക്ഷണത്തോടുള്ള ബന്ധത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ 7 വിവാഹ ജീവിതത്തിലുള്ള ഉപവാസത്തെക്കുറിച്ച് പറയുന്നു. ഇത് വിലയുള്ള ഒരു കാര്യമാണ്. ഇത് യോഗ ചെയ്യുന്നത് പോലെ ഉള്ള സ്വയം നിയന്ത്രണമല്ല. അത് ദൈവത്തോട് പറയുകയാണ്, കർത്താവ്, ഭക്ഷണമല്ല എനിക്കെല്ലാം, ലൈംഗികതയുമല്ലത്, നീയാണ് എനിക്കെല്ലാം. ഞാൻ ഈ കാര്യം ഉറപ്പുവരുത്താൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ശരീരത്തിൽ മറ്റൊന്നിനും സ്വാധീനമില്ല. ഈ ശരീരം സുഖങ്ങൾ ആഗ്രഹിക്കുന്നു, ഇത് ഉറക്കത്തെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ അച്ചടക്കം പഠിപ്പിക്കണം. എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ളപ്പോൾ ഞാൻ ഉറക്കത്തെ സ്നേഹിക്കില്ല. പൗലോസ് 1 കൊരിന്ത്യർ 9 അധ്യായത്തിൽ പറയുന്നു, അതിൻ്റെ 27 വാക്യം, ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചടിമയാക്കുന്നു. 1 കൊരിന്ത്യർ 9:27 ലിവിങ് ബൈബിളിൽ ഇങ്ങനെ പറയുന്നത്. ഇത് മനോഹരമാണ്. എൻ്റെ ശരീരം എന്ത് ചെയ്യണമോ അത് ഞാൻ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അതാഗ്രഹിക്കുന്നതല്ല. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരം എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമുക്കതറിയാം. എന്നാൽ ഞാൻ എൻ്റെ ശരീരത്തോട് പറയണം, ഇല്ല, നിനക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിനക്ക് ചെയ്യാൻ കഴിയില്ല. നാവേ, നീ പറയാൻ ആഗ്രഹിക്കുന്നത് നീ പറഞ്ഞുകൂടാ. നീ എന്ത് സംസാരിക്കണോ അതേ സംസാരിക്കാൻ പാടുള്ളൂ. കണ്ണേ, നീ കാണാൻ ആഗ്രഹിക്കുന്നതല്ല, നീ കാണേണ്ടത് മാത്രമേ കാണാൻ ഞാൻ അനുവദിക്കൂ. അത് കമ്പ്യൂട്ടറിലാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലാകട്ടെ, അല്ലെങ്കിൽ വഴിയിലാകട്ടെ, എവിടെയും കണ്ണേ, ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്. ഞാൻ നിന്നെ അഴിച്ചു വിടുകയില്ല. കണ്ടിട്ടില്ലേ നായ്ക്കളെ ചങ്ങലയിട്ട് കൊണ്ട് നടക്കുന്നത്? വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ കുതിരയ്ക്ക് മൂക്കുകയറുണ്ടാകണം. നാവിനെക്കുറിച്ചാണ് അത് പറയുന്നത്. പൗലോസ് പറയുന്നത്, എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അത് ചെയ്യേണ്ടത് മാത്രമേ ചെയ്യാവൂ. അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതിൻ്റെ 27 വാക്യത്തിൽ, ദൈവത്തിൻ്റെ വലിയ അപ്പോസ്തലനായ ഞാൻ എൻ്റെ ശരീരം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിച്ചാൽ, ഞാൻ ഒത്തിരി സഭകൾ സ്ഥാപിക്കുകയും ഒത്തിരി പ്രസംഗം ചെയ്ത ശേഷവും അവസാന നാളിൽ ദൈവം എന്നെ അയോഗ്യനായിട്ട് എണ്ണും. ഞാൻ ഓട്ടത്തിൽ ഒന്നാമതെത്തിയെന്ന് തോന്നിയേക്കാം, എന്നാൽ അമ്പയർ അവസാനം പറയും, സോറി, നീ അയോഗ്യനാണ്. എല്ലാവരും ചിന്തിച്ചു നീ ഒന്നാമതെത്തിയെന്ന്. എന്നാൽ പൗലോസ്, നിനക്ക് അച്ചടക്കമില്ലായിരുന്നു. എനിക്കറിയില്ല ഇത് എത്ര ഗൗരവമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന്. കർത്താവിൻ്റെ വലിയ അപ്പോസ്തലനായ പൗലോസാണ് പറയുന്നത്, ഞാൻ തൻ്റെ ശരീരത്തെ അടിമയാക്കുന്നില്ലെങ്കിൽ അവസാന നാളിൽ താൻ തള്ളപ്പെടുമെന്ന്. നമ്മുടെ ശരീരത്തിൽ ദൈവം 3 ആഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന് ഭക്ഷണം, ഉറക്കം, അടുത്തത് ലൈംഗികത. ഈ 3 മേഖലകളിൽ നിങ്ങൾ അച്ചടക്കമില്ലാത്ത ഒരാളാവാം. അതുകൊണ്ടാണ് യേശു ഉപവാസത്തെക്കുറിച്ച് പറഞ്ഞത്. അത് ഭക്ഷണമോ ഉറക്കമോ ലൈംഗികതയോ ആകാം. ഒരു സ്വയം നിയന്ത്രണത്തിൻ്റെ ആവശ്യമുണ്ട്. ഭക്ഷണം മോഷ്ടിക്കുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുമ്പം ഉറങ്ങുന്ന കാര്യത്തെ പറ്റിയും അല്ല, ന്യായമായ കാര്യത്തെക്കുറിച്ചാണ്. ആ ന്യായമായ കാര്യത്തിൽ നിങ്ങൾക്ക് അച്ചടക്കം ഉണ്ടായിരിക്കണം. ഒരു പൂർണ്ണ ഹൃദയമുള്ള വിശ്വാസി ഒരിക്കലും ചിന്തിക്കുന്നില്ല, എനിക്ക് എത്ര കുറച്ച് കാര്യം ദൈവത്തിനായിട്ട് ചെയ്യാമെന്ന്. 2 തരം ക്രിസ്ത്യാനികളെ നമുക്ക് ക്രിസ്തീയ കോളത്തിൽ കാണാം. ഒന്ന് മിനിമം ക്രിസ്ത്യാനിയും, മറ്റേത് മാക്സിമം ക്രിസ്ത്യാനിയും. മിനിമം ക്രിസ്ത്യാനി എപ്പോഴും പറയുന്നത് ഇതാണ്, എന്ത് ചെയ്താൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും? യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ മതിയോ? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും ക്രൂശിലെ സ്നേഹത്തെ കണ്ടവനല്ല. ഞാൻ രക്ഷിക്കപ്പെട്ടവും ദൈവം എന്നെ കാണിച്ച ഒന്നാമത്തെ കാര്യം കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം മുഴുവനും ഞാൻ സമർപ്പിച്ചത്. ക്രൂശിലെ യേശുവിൻ്റെ സ്നേഹം ഞാൻ കാണുമ്പം എനിക്കൊരിക്കലും മിനിമം ക്രിസ്ത്യാനി ആയിരിക്കാൻ കഴിയില്ല. കർത്താവേ, നീ എല്ലാം എനിക്ക് വേണ്ടി ഉപേക്ഷിച്ച് കളഞ്ഞോ? എൻ്റെ ഈ ഭൂമിയിലുള്ള ഒരു ജീവിതം കൊണ്ട് നിനക്കെന്താണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്?
21 വയസ്സിൽ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞ അതാണ്, കർത്താവേ, ഞാൻ ഈ കാര്യത്തിൽ ഉറച്ചിരിക്കുന്നു. എൻ്റെ ഒരു ജീവിതം കൊണ്ട് നീ ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതം നടക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മിനിമം ക്രിസ്ത്യാനിയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനൊരു പുതിയ നിയമ ക്രിസ്തീയ ഫെലോഷിപ്പിൽ ആണെന്ന് നിങ്ങൾക്ക് പ്രശംസിക്കാൻ കഴിയും. അതിനൊരു വിലയുമില്ല. അതൊരു പേര് മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൂടുതൽ ദൈവത്തിന് കൊടുക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണമോ? പൂർണ്ണ ശക്തിയോടെയും പൂർണ്ണ ആത്മാവോടും കൂടെ നിങ്ങൾക്കുള്ള എല്ലാം കൊണ്ട് നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നുള്ളത് വ്യക്തമാണ്. അത് 1 തീമോഥെയോസ് 6 പറയുന്നുണ്ട്. അത് പറയുന്നത് 1 തീമോഥെയോസ് 6:17 1 തീമോഥെയോസ് 6:17 അവസാന ഭാഗത്താണ് പറയുന്നത്. നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ദൈവത്തിന് നല്ല ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല. നന്നായി ഉറങ്ങുന്നതും അതുപോലെ പാപമല്ല. നിയമപരമായ ലൈംഗികതയും പാപകരമായ ഒരു കാര്യമല്ല. എന്നാൽ ഈ കാര്യത്തിലെല്ലാം നിങ്ങൾക്ക് അച്ചടക്കമില്ലാത്തവനായിരിക്കാൻ കഴിയും. ഭോഗത്തോടുള്ള സ്നേഹമുള്ളവനായി. അത് ദൈവ സ്നേഹത്തെ പുറന്തള്ളും. അതാണ് തീമോഥെയോസിനെ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്. അവസാന നാളുകളിൽ അത് നാം ഇന്ന് ജീവിക്കുന്ന സമയമാണ്. 2 തീമോഥെയോസ് 3:1 അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നത് പീഡകളാണെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ ലിവിങ് ബൈബിളിൽ അത് ഭാഷാന്തരം ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി അവസാന കാലങ്ങളിൽ ജീവിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ്. അതെങ്ങനെയാണ്? അത് പീഡകളിൽ കൂടെയല്ല. അതാണ് 2, 3, 4 വാക്യങ്ങളിൽ പറയുന്നത്. അല്ല, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നതിന് കാരണം ക്രിസ്ത്യാനികൾ സ്വയസ്നേഹികളായിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? 2-ാം വാക്യം ഇങ്ങനെ പറയാം: ആളുകൾ സ്വയസ്നേഹികളാവുമെന്നല്ല, വീണ്ടും ജനിച്ചവരെ സ്വയസ്നേഹികളായി തീരുമെന്ന് പറയാം. വീണ്ടും ജനിച്ചവർ ദ്രവ്യാഗ്രഹികളായി മാറും. വീണ്ടും ജനിച്ചവർ ഭോഗപ്രിയരായി മാറും. എന്തുകൊണ്ടാണ് ഇവർ ക്രിസ്ത്യാനികളാണെന്ന് ഞാൻ പറയുന്നത്? കാരണം ഈ ആളുകൾക്കെല്ലാം ഭക്തിയുടെ ഒരു വേഷമുണ്ട്. അത് ക്രിസ്ത്യാനികളല്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്. അവർ ഭക്തിയുടെ വേഷം ധരിച്ചവരാണ്. അതിനർത്ഥം അവർ പറയുന്ന ഉപദേശങ്ങൾ ശരിയാണ്. അതാണ് ഭക്തിയുടെ വേഷം. എന്നാൽ ആന്തരികമായിട്ടുള്ള ദൈവശക്തി, അങ്ങനെ ദൈവത്തിനായിട്ട് ജീവിക്കുന്നവരുടെ ജീവിതത്തിലില്ല. അതൊരു ഭക്തിയുടെ വേഷമാണ്. അത് വാക്കിലാണ്. ഒരു സഭയുടെ മീറ്റിങ്ങിൽ ശരിയായ പദങ്ങൾ പറയുന്നു, ശരിയായ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവർക്കൊരു ധാരണ ഉണ്ടാക്കുന്നു, ഞാൻ പൂർണ്ണ ഹൃദയമുള്ള ഒരു വിശ്വാസിയാണെന്ന്. ഭക്തിയുടെ ഒരു വേഷമുണ്ട്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ, ജീവിത സാഹചര്യങ്ങളിൽ ശക്തി ഇല്ല. കാരണം ഈ 3 സുഖങ്ങൾ, മറ്റു 3 സ്നേഹം, ദൈവസ്നേഹം മാറ്റിക്കളയുന്നു. സുഖത്തോടുള്ള സ്നേഹം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദ്രവ്യാഗ്രഹം. ലൂക്കോസ് 16:13 യേശു പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരു സമയത്ത് സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല. ഈ എല്ലാ മേഖലകളിലും, അത് സുഖമോ പണമോ സേവമോ എന്തുമാകട്ടെ, അതെല്ലാം ഉള്ളി പോലെയാണ്. നമുക്കിങ്ങനെ ചിന്തിക്കാം, വലിയ 3 ഉള്ളികൾ പോലെയാണത്. അതിൻ്റെ ഒരു തോട് പൊളിച്ചാൽ നിങ്ങൾ ചിന്തിക്കുക അതെല്ലാം കഴിഞ്ഞു. എന്നാൽ അങ്ങനെയല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് 60 കൊല്ലത്തെ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. പലപ്പോഴും ഞാൻ ഓർത്തു ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു സാഹചര്യം ഉണ്ടായി. ഞാൻ കണ്ടു മറ്റൊരു അടുക്കുകൂടെ അവിടെ ഉണ്ട് എന്ന്. മറ്റൊരു അടുക്കുകൂടി അതിനടിയിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ ചിന്തിച്ചു എനിക്ക് അച്ചടക്കം ഉണ്ട്. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല. ആഴത്തിലുള്ള മറ്റൊരു പാളി കൂടെ അവിടെ ഉണ്ട്. ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷ നേടിയെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അതിനും അടിയിൽ ഒരു പാളി ഉണ്ടെന്ന് ഞാൻ കണ്ടു. എൻ്റെ ഹൃദയത്തിൻ്റെ സിംഹാസനത്തിൽ സ്വയം അല്ലെന്ന് ഞാൻ ചിന്തിച്ചു, യേശുവാണെന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടെത്തി മറ്റൊരു പാളി കൂടെ അതിനടിയിലുണ്ട്. ഞാൻ ബഹുമാനം അന്വേഷിക്കുന്നതോ ആളുകൾ എന്നെ പുകഴ്ത്തിയപ്പം അത് സ്വീകരിക്കുന്നതോ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് അപകടകരമായ കാര്യമാണ്. എന്നാൽ നിങ്ങളൊരു മാക്സിമം ക്രിസ്ത്യാനിയാണെങ്കിൽ, നിങ്ങളൊരു മിനിമം ക്രിസ്ത്യാനിയാണെങ്കിൽ
നിങ്ങൾക്കായിട്ട് എനിക്കൊരു സന്ദേശവുമില്ല. ഞാൻ ചിന്തിക്കുന്നു വേദപുസ്തകത്തിൽ നിങ്ങൾക്കൊരു സന്ദേശമില്ല. ഒരു പക്ഷെങ്കിൽ ചില സഭകളിൽ നിങ്ങൾക്കായിട്ടൊരു സന്ദേശം ഉണ്ടായിരിക്കാം, എന്നാൽ വേദപുസ്തകത്തിലില്ല. വേദപുസ്തകത്തിന് സന്ദേശം എപ്പോഴും മാക്സിമം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ്. കർത്താവേ, എൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് നിനക്ക് എന്ത് മാക്സിമം എൻ്റെ ജീവിതത്തിൽ നേടാൻ കഴിയും? എനിക്കതറിയണം. അതിൻ്റെ വില എന്തു തന്നെയാണെങ്കിലും അത് ഞാൻ ഇങ്ങനെ പറയുകയാണ്, എത്ര വില കൊടുക്കണമെങ്കിലും എനിക്കത് വേണം. നിങ്ങൾക്കത് കർത്താവിനോട് പറയാൻ കഴിയുമോ? അത് ന്യായമാണെങ്കിലും എനിക്കത് വേണ്ട എന്ന്, അതെന്നിൽ നിന്ന് മാറ്റണമെന്ന്. ചെലവഴിക്കാൻ നിങ്ങളുടെ കയ്യിൽ പണം കാണും. യേശു ഇങ്ങനെയല്ല ജീവിച്ചത്. എൻ്റെ കയ്യിൽ പണമുണ്ട് ചെലവഴിക്കാൻ, അതുകൊണ്ട് ഞാൻ ചെലവഴിക്കും. അവൻ പ്രാർത്ഥിച്ചു. ഒരാഴ്ച യേശു റോമിലേക്ക് ഒരു ഹോളിഡേക്ക് പോയിരുന്നെങ്കിൽ അവൻ പാപം ചെയ്യുമായിരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ ധാരാളം സമ്മർദ്ദം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അല്പം വിശ്രമിക്കാൻ. ഒരിക്കലുമില്ല. ലോകത്തിലുള്ള ഏത് സ്ഥലത്ത് പോയാലും അവന് പാപം കൂടാതെ ജീവിക്കാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ ഒരാഴ്ചത്തെ അവധിക്കായിട്ട് റോമിലേക്ക് പോകാതിരുന്നത്? അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തോടെ വരാമായിരുന്നു. അത് അവൻ്റെ പിതാവിൻ്റെ ഇഷ്ടമല്ലായിരുന്നു, അത്രേ ഉള്ളൂ. അവൻ്റെ ജീവിതത്തിൻ്റെ 3.5 വർഷവും ഒറ്റ ദിവസം പോലും അവധി എടുക്കാതെ അവൻ ഇസ്രയേൽ എന്ന് പറയുന്ന ആ ചെറിയ പ്രദേശത്ത്, അത് വളരെ ചെറിയ ഒരു സ്ഥലമായിരുന്നു. ഒരു മാപ്പിൽ നോക്കുക, ഒരു കാർ ഓടിച്ചാൽ ഒരു ദിവസം കൊണ്ട് എല്ലായിടത്തും എത്താം. കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെ, വടക്ക് മുതൽ തെക്ക് വരെ എല്ലായിടത്തും. വളരെ തൃപ്തിയോടെ അവൻ അവിടെ ജീവിച്ചു. ഈ സുവിശേഷവുമായിട്ട് ലോകത്തിൻ്റെ അറ്റത്തോളം പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കെ തന്നെ അവൻ ആഫ്രിക്കയിലോ ചൈനയിലോ ഒരിടത്തും പോയില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ അവൻ ഇങ്ങനെ പറയാൻ കഴിഞ്ഞു, പിതാവേ, നീ എനിക്ക് തന്ന വേല ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തായാലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്ന് ഓർക്കുക. യെരമ്യാവ് 21:11, നിന്നെക്കുറിച്ച് എനിക്കൊരു നിരൂപണമുണ്ട്. സെഫന്യാവ് 3:17, അവൻ തൻ്റെ സ്നേഹത്തിൽ നിങ്ങൾക്കായിട്ട് കരുതുകയാണ്. കർത്താവെ, ആ പദ്ധതി എനിക്കറിയണം. സങ്കീർത്തനം 139, 14 മുതൽ 17 വരെ. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എനിക്കായിട്ടൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പല വാക്യങ്ങളും നമ്മളെ കാണിക്കും. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഞാൻ ഈ വാക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തെ പറയുന്നത്. ആദ്യത്തെ 2 അധ്യായങ്ങളിൽ പ്രത്യേകിച്ച് ഇത് പല പ്രാവശ്യം പറയുന്നുണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകേണ്ടതിനെന്ന്. യേശു ക്രിസ്തു ഒരു സ്ഥലത്ത് വന്നതോ പോയതോ ഇല്ല, യേശു ചെയ്ത ഏത് കാര്യമോ അത് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുകയാണ്. യേശു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ യേശുവിൻ്റെ ജീവിതം പ്ലാൻഡായിരുന്നു. അവൻ ബേത്ലഹേമിൽ ജനിക്കണമെന്ന്, ഒരു ശിശുവായിരിക്കും അവൻ മിസ്രൈമിലേക്ക് പോകണമെന്ന്, ഇതെല്ലാം പഴയ നിയമത്തിൽ എഴുതിയിരുന്നു. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പറയുന്നത് നിവൃത്തിയാകേണ്ടതിനാണ് സംഭവിച്ചുവെന്ന്. യേശുവിനെ സ്നേഹിച്ച പോലെ പിതാവ് എന്നെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ഇതുപോലൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ഇത് ചെയ്യണം, ഇവിടെ പോകണം എന്ന് അവൻ്റെ പദ്ധതി ഉണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പദ്ധതി അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എനിക്കും പറയാൻ കഴിയണം, പിതാവേ, ഞാൻ നിന്നെ ഭൂമിയിൽ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, NCCF-ൽ കർത്താവിനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട ഓരോ സഹോദരി സഹോദരന്മാരെക്കുറിച്ചും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരെയും എനിക്കറിയാം, നിങ്ങളിൽ പലരും പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടവരാണ്. അതേപ്പറ്റി എനിക്കൊരു സംശയവുമില്ല. നിങ്ങൾ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാനത് വിശ്വസിക്കുന്നു. നിങ്ങളിൽ പലരുടെയും വാക്കുകൾ എന്നെ ഉത്സാഹിപ്പിക്കുന്നു. ഇന്ന് പോള് സംസാരിച്ചു എന്നെ ഉത്സാഹിപ്പിച്ചു. വളരെ നല്ലത്. പിന്നെയും ഇത് കേൾക്കുക. നിങ്ങൾ ഇതറിയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാക്സിമം ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളികളുണ്ട്. നിങ്ങളത് അടുക്കുകളായിട്ട് മാറ്റിക്കളയുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് ഭക്തിയും സ്നേഹവും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം നിങ്ങൾക്കിങ്ങനെ പറയാൻ കഴിയില്ല, നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി ഞാൻ നിർവഹിച്ചിരിക്കുന്നുവെന്ന്. നിങ്ങൾ പറയണം, കർത്താവേ, എനിക്ക് അല്പം കൂടെ അച്ചടക്കം വേണം എൻ്റെ ജീവിതത്തിൽ. ഭക്ഷണത്തോടുള്ള ബന്ധത്തിൽ, പണം, സമയം, എനിക്ക് കൂടുതൽ അച്ചടക്കം വേണം.
അല്ലെങ്കിൽ പൗലോസ് പറഞ്ഞ പോലെ നാം അയോഗ്യരാകും. അനേകം മിനിമം ക്രിസ്ത്യാനികളും ചിന്തിക്കുന്ന ഇങ്ങനെയാണ്: ഞാൻ സ്വർഗത്തിലെത്തിയാൽ മതി, അതുകൊണ്ടെല്ലാം കഴിഞ്ഞു. ഞാൻ അവസാനം ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു: നീ അവസാനം നുഴഞ്ഞു കയറി, നീ ഇത് ഒപ്പിച്ചു. ഇല്ല, ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലവനും വിശ്വസനുമായ ദാസനെ എന്നാണ്. അതെനിക്കൊരു പ്രതിഫലത്തിന് വേണ്ടി അല്ല, ഒരിക്കലും അല്ല. ഞാൻ പ്രതിഫലത്തിന് വേണ്ടി അല്ല ചെയ്യുന്നു. കാരണം എൻ്റെ രക്ഷകൻ്റെ മുഖം ഞാൻ കാണുമ്പം, നമ്മൾ ആ പാട്ടിൽ പാടുന്നത് പോലെ, ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അവൻ്റെ മുഖവും മുറിഞ്ഞ കൈപ്പാടുകളും കാണുമ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്ക് കൂടുതൽ കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അന്ന് എനിക്കതിനുള്ള അവസരം ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഗൗരവമുള്ളവനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തോട് പറയുന്നത്: കർത്താവ്, ഈ ഭൂമി വിട്ടുപോകാൻ ഞാൻ ധൃതിയുള്ളവനല്ല, ഒരിക്കലും അല്ല. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നീ ആഗ്രഹിക്കുന്നു, അതെത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും. ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സൂം മീറ്റിംഗ് ഞാൻ അറ്റൻഡ് ചെയ്യും. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എനിക്കായിട്ട് ഒരുക്കിയ പദ്ധതി പൂർത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, നിങ്ങളെക്കുറിച്ച് അത് സത്യമാണ്. നിങ്ങൾ പരമാർത്ഥതയുള്ള സഹോദരി സഹോദരന്മാരാണ്. നിങ്ങൾ വളരെ ത്യാഗം സഹിച്ചാണ് NCCF-ൻ്റെ ഭാഗമായി തീർന്നത്. എന്നാൽ ദൈവത്തിൻ്റെ അത്യുത്തമമായി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. പറയുക: കർത്താവേ, ഞാൻ സുഖങ്ങളെ നിന്നേക്കാളധികം സ്നേഹിക്കുന്നില്ല, സുഖസൗകര്യങ്ങളെ ഞാൻ സ്നേഹിക്കുന്നില്ല, നിന്നേക്കാളധികം പണത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ എൻ്റെ സ്വയത്തെയും എന്നെ തന്നെയും സ്നേഹിക്കുന്നില്ല, ഞാൻ നിന്നേക്കാളധികം ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. അതെല്ലാം ചവറാണ്. പൗലോസ് പറഞ്ഞ പോലെ, അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും അറിയേണ്ടത് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ ഉപദേശം: പിമ്പിലുള്ളതിനെ മറന്നു കളയുക. നമ്മുടെ എല്ലാ പരാജയങ്ങളെയും, നഷ്ടമാക്കിയ വർഷങ്ങളായുള്ള അച്ചടക്കമില്ലായ്മയെ ഇന്നു മുതൽ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിനോട് പറയുക: എൻ്റെ ജീവിതം അവിടുത്തേക്ക് എണ്ണപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതിഫലത്തിന് വേണ്ടിയല്ല. ഇതിനു വേണ്ടി മാത്രം ഞാൻ അവിടുത്തെ മുഖം കാണുമ്പം, യേശു കർത്താവേ, എനിക്കിങ്ങനെ പറയാനായിട്ട് കഴിയണം: കുറഞ്ഞ പക്ഷം എൻ്റെ ജീവിതത്തിൻ്റെ ഈ സമയം മുതൽ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എല്ലാം തരാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ എനിക്കങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നു മുതൽ ഞാനെല്ലാം നിനക്ക് തരുന്നു. യേശു ആയിരിക്കും എനിക്ക് ഒന്നാമത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സന്തുഷ്ടനായിരിക്കണം. അങ്ങനെയുള്ള ഒരു സഹോദരൻ ഇവിടെ, ഒരു സഹോദരി അവിടെ, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ, മറ്റൊരാൾ മറ്റൊരു സ്ഥലത്ത്, അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവനായി അവനെ ഏറ്റവും അധികം സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റെന്തിനേക്കാളും അധികം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു, ലോകത്തിലുള്ള ഒരു മനുഷ്യനെ പോലും വെറുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കാൻ, എന്നെ വെറുക്കുന്ന എല്ലാവരെയും സ്നേഹിക്കുന്നവനായിട്ട്, എന്നെ ശപിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നവനായിട്ട്, എനിക്ക് തിന്മ ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്മ ചെയ്യുന്നവനായി തീരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവഹൃദയത്തിന് ഉത്സാഹം പകരും. ഞാൻ സാധാരണ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറയും: കർത്താവേ, നീ എന്നെക്കുറിച്ചും ഇത് പറയണം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ അത് യേശുവിനെക്കുറിച്ച് പറഞ്ഞു, എന്നെക്കുറിച്ചും അങ്ങനെ പറയണേ. ഞാനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഭൂമിയിൽ ആരെങ്കിലും എന്നെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അധികം നിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളും അതെന്നെ പ്രാർത്ഥിക്കണമെന്ന്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.